വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ രൂഢമൂലമായിരിക്കുന്ന വളരെ ഗൗരവമുള്ള അപകടത്തെപ്പറ്റി നാം പല എപ്പിസോഡുകളായി ക്ലാസ്സുകളായി പഠിച്ചതാണ്. അതിൽ വിഗ്രഹാരാധന, തിരുസ്വരൂപ വണക്കത്തിലൂടെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് വാസ്തവത്തിൽ സാത്താന് കൊടുക്കുന്ന ആരാധനയാണ്. ദൈവവചനപ്രകാരം, ബൈബിൾ പ്രകാരം വളരെയേറെ ദൈവത്തിന് വിരുദ്ധമായതും ദൈവം വെറുക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് തിരുസ്വരൂപ വണക്കം അഥവാ വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നുള്ളത്. അത് വാസ്തവത്തിൽ വളരെ ആൾമാറാട്ടത്തിലൂടെയുള്ള ഒരു ആത്മീയ അട്ടിമറിയിലൂടെ സാത്താൻ ആരാധന തട്ടിയെടുക്കുന്ന, ഭക്തരുടെ ആരാധനയെ തട്ടിയെടുക്കുന്ന, വഞ്ചിക്കുന്ന സാത്താൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഈ ഭക്തർക്ക് തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന വഞ്ചനയെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ ഇടവരും. അപ്പോൾ വിഗ്രഹാരാധനയും മന്ത്രവാദവും സാത്താനും തമ്മിൽ വളരെ കൃത്യമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഈവൻ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ തരം വിഗ്രഹാരാധനയുടെയും പിന്നിലുള്ള പ്രേരക ശക്തി സാത്താനാണ്. വിഗ്രഹാരാധനയിൽ സാത്താൻ ദൈവത്തിൻ്റെ മഹത്വം ചോർത്തിയെടുക്കുകയും തന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. വിഗ്രഹാരാധനയിലൂടെ സാത്താൻ തനിക്കായി മനുഷ്യരുടെ ആരാധന, ദൈവത്തിന് മനുഷ്യൻ കൊടുക്കുന്ന ആരാധനയെ പിടിച്ചെടുക്കുന്നു, തട്ടിയെടുക്കുന്നു, മോഷ്ടിക്കുന്നു. അപ്പോൾ വിഗ്രഹാരാധന എന്നത് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ ആരാധിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യൻ ചിലപ്പോൾ ദൈവത്തിൻ്റെ മറ്റ് സൃഷ്ടികളെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ്റെ തന്നെ സൃഷ്ടികളെ ആരാധിക്കുന്നു, മനുഷ്യൻ ഉണ്ടാക്കുന്ന രൂപങ്ങളെ ആരാധിക്കുന്നു, അവൻ്റെ കൈകളുടെ സൃഷ്ടിയെ ആരാധിക്കുന്നു. ദൈവമല്ലാത്തതിൽ ദൈവിക സന്തോഷം കണ്ടെത്തുന്നത് വിഗ്രഹാരാധനയാണ്. ദൈവമല്ലാത്തവയെ ദൈവമാണ് എന്ന് നിരൂപിച്ച് ആരാധിക്കുന്നത്, പെരുമാറുന്നത് വിഗ്രഹാരാധനയാണ്. ചുരുക്കത്തിൽ വിഗ്രഹാരാധനയിൽ മനുഷ്യൻ യഥാർത്ഥ ദൈവത്തിന് പകരമായി മറ്റ് പലതിനെയും ആരാധിക്കാനായി സാത്താൻ അവരുടെ മനസ്സുകളെ അന്ധമാക്കി കളയുന്നു. യഥാർത്ഥ ദൈവത്തെ അല്ല അവർ ആരാധിക്കുന്നത് എങ്കിലും യഥാർത്ഥ ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നാണ് അവർ കരുതുന്നത്, അല്ലെങ്കിൽ അവരെ അപ്രകാരമാണ് കരുതിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിനും അവർക്കും മധ്യേ ഒരു ശക്തി വന്ന് അവരെ വഴിതെറ്റിച്ചു കളയുന്ന വളരെ വഞ്ചനാപരമായ ഒരു അനുഭവമാണ്, യാഥാർത്ഥ്യമാണ് ആ വിഗ്രഹാരാധനാ സമ്പ്രദായത്തിൽ കടന്നുകൂടിയിരിക്കുന്നത്. ദൈവത്തെപ്പറ്റിയുള്ള തെറ്റായ ചിന്താഗതികളാണ് ഇത്തരം തെറ്റായ ആരാധനാ രീതികളുടെ അടിസ്ഥാനം. വിഗ്രഹാരാധനയിൽ ദൈവത്തെ തെറ്റായ രീതിയിൽ പ്രതിനിധീകരിക്കുന്നു. പരിഷ്കൃത രീതിയിലുള്ള ആധുനിക മന്ത്രവാദം, നിഗൂഢ ആത്മീയത, മിസ്റ്റിസിസം എന്നൊക്കെ പറയുന്നത്, അതിലൂടെയെല്ലാം സാത്താൻ ഇന്ന് അനേകരുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃത്യാതീതമായ ദൈവമല്ലാത്തതുമായ ആത്മീയ ശക്തികളോടുള്ള ബന്ധം പ്രഥമ ദൃഷ്ട്യാ കുഴപ്പമൊന്നുമില്ല എന്ന് പലർക്കും തോന്നിയേക്കാം. എങ്കിലും അവ അടിസ്ഥാനപരമായി ബൈബിൾ വിരുദ്ധമാണ്. മരിച്ചവരുമായുള്ള ബന്ധപ്പെടൽ, ചില പ്രത്യേക തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ മുതലായവ ഇതിന് ഉദാഹരണങ്ങളാണ്. അതിലൂടെയെല്ലാം സാത്താനീയ ശക്തികളുടെ മേഖലകളിലേക്ക് അല്പമായി എത്തി നോക്കുവാൻ മനുഷ്യർക്ക് കഴിയുന്നു, ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. പിന്നെ ക്രമേണ അതിലങ്ങ് വളർന്ന് കൂടുതലായി ടേസ്റ്റ് ചെയ്ത് ആ സാത്താനീയ ശക്തികളുടെ ബന്ധനത്തിൻ്റെ അടിമകളായി മനുഷ്യർ മാറുകയാണ് ചെയ്യുന്നത്. അവരുടെ സ്വഭാവം മാറുന്നു, ജീവിത രീതികൾ മാറുന്നു. അവർക്ക് പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത, മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്നത് പോലെ തെറ്റായ ആത്മീയ ശക്തികൾക്ക് അടിമപ്പെട്ട് സാത്താൻ്റെ മേഖലയിൽപ്പെട്ടവർ തകർന്നു പോകുന്നു. ദൈവത്തിൻ്റെ പ്രകാശം, തേജസ്സുള്ള ദൈവത്തിൻ്റെ പ്രതിമ, ക്രിസ്തുവിനെ
മനസ്സിലാക്കുവാൻ കഴിയാത്തതിൻ്റെ പരിണിത ഫലങ്ങളാണിവ. അങ്ങനെ ദൈവഹിതം ലംഘിക്കുന്നതിനുള്ള സാത്താൻ്റെ പ്രതിഫലമായ ഒരു ചെറിയ സംതൃപ്തിയും അവർക്കൊക്കെ ലഭിക്കും. തങ്ങൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെടുകയാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സത്യത്തിൽ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് സാത്താനെ ആരാധിക്കുന്നതിന് തുല്യമായ ഒരു കാര്യമാണ്. നമ്മൾ ബൈബിളിൽ പല ഭാഗങ്ങളിലും വളരെ കർക്കശമായ ദൈവിക കൽപ്പന വിഗ്രഹാരാധനയ്ക്കെതിരെ നമ്മൾ കാണുന്നുണ്ട്. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവർ ആരുടെ പിറകെ വേശ്യാവൃത്തിക്കായി നടന്നിരുന്നോ ആ പിശാചുക്കൾക്ക് ഇനി ബലിയർപ്പിക്കരുത്. ഇത് അവർക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കൽപ്പനയാണ്. അന്യദേവന്മാരെ കൊണ്ട് അവർ അവിടുത്തെ അസൂയ പിടിപ്പിച്ചു. ദൈവമല്ലാത്ത ദുർദേവതകൾക്ക് അവർ ബലിയർപ്പിച്ചു. അവർ അറിയുകയോ നിങ്ങളുടെ പിതാക്കന്മാർ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും പുതുതായി പ്രത്യക്ഷപ്പെട്ടവരുമാണ് ഈ ദേവന്മാർ. നിനക്ക് ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചു, നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു എന്ന് നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. താനുണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്താനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യാനും ജെറോബോവാം പുരോഹിതന്മാരെ നിയമിച്ചുവെന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു, അത് അവർക്ക് കെണിയായി തീർന്നു. അവർ തങ്ങളുടെ പുത്രന്മാരെ പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചു. സങ്കീർത്തന പുസ്തകം 106-ലാണിത് കാണുന്നത്. അപ്പോൾ വിഗ്രഹങ്ങളെ ആരാധിച്ചവർ പുത്രന്മാരെ പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചു. അവർ ബലിയർപ്പിച്ചത് പിശാചുക്കൾക്കാണെന്ന് വിചാരിച്ചാണോ ചെയ്യുന്നത്? അല്ല, ഒരിക്കലുമല്ല. ദൈവത്തിനാണ് എന്ന് വിചാരിച്ചാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അവരുടെ വിചാരങ്ങൾ വഴിതെറ്റിപ്പോയി. ദൈവപ്രമാണത്തിന് വിരോധമായി അവർ വിചാരിച്ച് തെറ്റിപ്പോയി. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അനേകം രാജാക്കന്മാർ വിഗ്രഹാരാധനയ്ക്കും ജാതീയ ആരാധനയ്ക്കും പൈശാചികമായ ആരാധനാ രീതികൾക്കും എല്ലാം അടിമകളായി അധപ്പതിച്ചു പോയതിൻ്റെ ഫലമാണ് അവർക്ക് ശിക്ഷ ദൈവം കൊടുത്തത്. ഇതെല്ലാം നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചരിത്രം മനസ്സിലാകും. അപ്പോൾ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ഈ മഹാമാരികൾ നിമിത്തം മൃതരാകാതെ അവശേഷിച്ചവർ തങ്ങളുടെ കരവേലയെപ്പറ്റി അനുതപിക്കുകയോ പിശാചുക്കളെയും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം, വെള്ളി, പിച്ചള, കല്ല്, തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിയുകയോ ചെയ്തില്ല. അപ്പോൾ ദൈവം മഹാമാരികൾ അയച്ചിട്ടും അവരെ ശിക്ഷിച്ചിട്ടും അവർ തങ്ങളുടെ വിഗ്രഹാരാധനയിൽ നിന്നും പിന്മാറുവാൻ അവർ തയ്യാറായില്ല. ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ അവർക്ക് മനസ്സ് കാണിച്ചില്ല. അവരുടെ മനസ്സ് ഇരുണ്ടുപോയി എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിൻ്റെ വെളിച്ചം, ദൈവിക സത്യത്തിൻ്റെ വെളിച്ചം വീശാത്ത ഹൃദയങ്ങളിൽ, ഇരുണ്ട ഹൃദയങ്ങളിൽ വിഗ്രഹാരാധന രൂഢമൂലമായി സ്ഥാപിക്കപ്പെടും, വളരും. അവർ സാത്താനെ ആരാധിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത് വലിയൊരു ആത്മീയ സത്യമാണ്. അപ്പോൾ വിഗ്രഹാരാധകർ തങ്ങൾ അറിയാതെ തന്നെ സാത്താൻ്റെ നിയന്ത്രണത്തിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിഗ്രഹാരാധന സാത്താനുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കുന്നതിന് കാരണമായി തീരുന്നു. അങ്ങനെ വിഗ്രഹഭക്തർ സാത്താൻ്റെ നിയന്ത്രണത്തിലാകുന്നു. സാത്താനുമായി അറിഞ്ഞോ അറിയാതെയോ ബന്ധമുള്ളവർ സാത്താൻ്റെ നിയന്ത്രണത്തിൽ പെട്ടുപോകുന്നു. വിഗ്രഹാരാധനയിലൂടെ വിഗ്രഹഭക്തർ സാത്താനുമായി ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പലതരം വിഗ്രഹാരാധകരോ വിശുദ്ധ ഭക്തരോ തങ്ങൾക്ക് സാത്താനുമായി ബന്ധമുണ്ട് എന്ന കാര്യം അംഗീകരിക്കുകയില്ല. അതുമാത്രവുമല്ല, അതേപ്പറ്റി അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, തിരുസ്വരൂപങ്ങളെ വണങ്ങുന്നവർ, വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നവർ, അവർ ഒരിക്കലും തങ്ങൾ സാത്താനെ ആരാധിക്കുന്നവരാണ് എന്ന് സമ്മതിക്കത്തില്ല. നമ്മളങ്ങനെ പറഞ്ഞാൽ അവർ നമ്മളെ ഉപദ്രവിക്കും. അപ്പോൾ അത്രയേറെ രൂഢമൂലമായ ഒരു ബന്ധമാണ് അവർ അറിഞ്ഞോ അറിയാതെയോ
പൈശാചിക ശക്തികളുമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്നും വിടുതൽ പ്രാപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുമാത്രവുമല്ല, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ വിഗ്രഹങ്ങളെപ്പോലെ ആയിത്തീരും. അതാണ് സങ്കീർത്തന പുസ്തകം 115 കാണുന്നത്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവർ അവയെപ്പോലെ ആയിത്തീരും. നാം എന്തിനെ ആരാധിക്കുന്നുവോ നാം അതിനെപ്പോലെ തന്നെ മനുഷ്യനായിത്തീരും. മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണം ആരാധനയിലൂടെ സംഭവിക്കുന്നു. മനുഷ്യൻ തന്നേക്കാൾ താഴ്ന്നവയെ ആരാധിക്കുമ്പോൾ മനുഷ്യത്വമില്ലാത്തവനായിത്തീരുന്നു. മൃഗങ്ങളെ ആരാധിക്കുന്നവർ, മൃഗരൂപങ്ങളെ ആരാധിക്കുന്നവർ ആ മൃഗത്തിൻ്റെ സ്വഭാവങ്ങളിലേക്ക് അധപ്പതിച്ചു പോകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവിക സ്വഭാവമുള്ളവരായിത്തീരുന്നു. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ, ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ചേർന്ന് അവനെപ്പോലെ ആയിത്തീരുന്നു. അതാണ് ആരാധനയിൽ നടക്കുന്ന ഒരു വലിയ അത്ഭുതം. അപ്പോൾ മനുഷ്യനേക്കാൾ വലിയവനായ ദൈവം മാത്രമേ ഉള്ളൂ. അതിനാൽ മനുഷ്യൻ്റെ ആരാധനയ്ക്ക് യോഗ്യൻ സത്യദൈവം മാത്രമാണ്. സത്യദൈവത്തിൻ്റെ പ്രത്യക്ഷതയായ ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു. യേശു ക്രിസ്തു ആകത്തില്ല, യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു. ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുന്നു, ക്രിസ്തുവിൻ്റെ പ്രതിമകളായിത്തീരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിമ ക്രിസ്തു, ക്രിസ്തുവിൻ്റെ പ്രതിമ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും അനുസരിക്കുന്നവരും ക്രിസ്തുവിനെ ആരാധിക്കുന്നവരും. ആ 3 ലെവലിലേ ഉള്ളൂ പ്രതിമകൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ സമുദായ സഭകൾക്ക്, കത്തോലിക്ക ഓർത്തഡോക്സ് ഇമേജുകൾ ഉണ്ടാക്കുന്നവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. സത്യം പറയുന്നതിനെ സത്യമായിട്ട് അംഗീകരിക്കുവാനുള്ള ഒരു വിശാല മനസ്സും ഒരു ബൗദ്ധികമായ സത്യസന്ധതയും കാണിക്കാത്തവർക്ക് നരകമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന തത്വം, സത്യം, ആൾമാറാട്ടത്തിലൂടെയുള്ള ആത്മീയ അട്ടിമറിയിലൂടെ സാത്താൻ വിശുദ്ധ ഭക്തരെ സാത്താനെ ആരാധിക്കുന്നവരാക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തു മതത്തിന് അകത്തും പുറത്തും ആൾമാറാട്ടത്തിനും അസത്യവാദികളുടെ കപടനാട്യങ്ങൾക്കുമുള്ള സാധ്യത ബൈബിൾ വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. സാത്താൻ്റെ പ്രവർത്തന രീതി വഞ്ചനയും നുണയും ആൾമാറാട്ടവും ആത്മീയ അട്ടിമറിയും നിറഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായി സാത്താൻ യഥാർത്ഥമല്ലാത്ത ദൈവങ്ങളെയും ആരാധനാ രീതികളെയും ആത്മീയ അനുഭവങ്ങളെയും മനുഷ്യർക്ക് ഒരുക്കി നൽകുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ വെളിച്ചം അവരിൽ പ്രകാശിക്കാതിരിക്കാൻ സാത്താൻ മനുഷ്യരുടെ ആത്മീയ കണ്ണുകളെ, ഹൃദയങ്ങളെ കുരുടാക്കി കളയുന്നു എന്ന് വചനം പറയുന്നു. അപ്പോൾ യഥാർത്ഥമല്ലാത്ത ദൈവങ്ങളും ആരാധനാ രീതികളും ജഡീക മനുഷ്യന് കൂടുതൽ ആകർഷണീയമായി തോന്നും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സാത്താൻ ആൾമാറാട്ടത്തിലൂടെ മനുഷ്യനെ വഞ്ചിച്ച ചരിത്രം നാം കാണുന്നുണ്ട്. അവിടെ സർപ്പത്തെ പോലെ വന്നാണ് സാത്താൻ വഞ്ചിക്കുന്നത് ഹവ്വായെ. സാത്താൻ വെളിച്ചത്തിൻ്റെ ദൂതനെ പോലെ വന്ന് നമ്മെ വഞ്ചിക്കാൻ ശ്രമിക്കും. അപ്പസ്തോലന്മാരുടെ വേഷം കെട്ടിവരുന്ന കപട അപ്പസ്തോലന്മാരെ പറ്റി ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് വായിക്കാം. 2 കൊറിന്ത്യർ 11-ാം അധ്യായത്തിൽ ഒരു ഭാഗമുണ്ട്. ഇതിൽ അത്ഭുതമില്ല. സാത്താൻ പോലും പ്രകാശത്തിൻ്റെ ദൂതൻ്റെ വേഷം കെട്ടാറുണ്ട്. അതുകൊണ്ട് സാത്താൻ്റെ ദാസർ നീതിയുടെ ദാസരായി വേഷം കെട്ടുന്നതിലും അത്ഭുതമില്ല. അപ്പോൾ കള്ളപ്രവാചകന്മാരായി, കള്ളപുരോഹിതന്മാരായി, കള്ള പാസ്റ്റർമാരായി, അല്ലെങ്കിൽ വിശുദ്ധന്മാരായി, വിശുദ്ധകളായി, സ്വർഗീയ രാജ്ഞിയായി ഒക്കെ വേഷം കെട്ടി നമ്മെ വഞ്ചിക്കുവാൻ സാത്താനുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഇപ്രകാരം ക്രിസ്തു വിരുദ്ധ ആത്മീയ ശക്തികൾ ക്രിസ്തീയതയുടെ വേഷം കെട്ടി ജനങ്ങളെ വഞ്ചിക്കും. സാത്താൻ നമ്മുടെ വിശ്വാസ സംഹിതകളിൽ തെറ്റായ പ്രബോധനങ്ങളിലൂടെ, പാരമ്പര്യ നിർമ്മാണങ്ങളിലൂടെ കള വിതയ്ക്കുമെന്ന് നാം മനസ്സിലാക്കണം. ദൈവവചനത്തിന് വിരുദ്ധമായ പാരമ്പര്യങ്ങളെ നിർമ്മിക്കുന്ന ശക്തികൾ, സഭാപ്രസ്ഥാനങ്ങൾ മനുഷ്യരെ വഞ്ചിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ, ദൈവിക ശക്തിയെ നിഷേധിക്കും. അതുകൊണ്ട് അവരിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. വരുംകാലത്ത് ചില ആളുകൾ കപടാത്മാക്കളെയും പിശാചുക്കളുടെ സിദ്ധാന്തങ്ങളെയും ചെവിക്കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമെന്ന് ആത്മാവ് സ്പഷ്ടമായി പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ അസത്യവാദികളുടെ കപട നാട്യങ്ങളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നുണ്ട്. യേശുവിൻ്റെ വരവിനെ പോലും സാത്താൻ വ്യാജമായി ക്രമീകരിച്ച് ആൾമാറാട്ടം നടത്തി ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും എന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, തിരുസ്വരൂപ വണക്കം, ഇതെല്ലാം സാത്താന് കൊടുക്കുന്ന ആരാധനകളാണ്. സാത്താൻ തട്ടിയെടുക്കുന്ന പരുവത്തിൽ നാം നമ്മുടെ ആരാധനയെയും ഭക്തിയെയും ഒതുക്കിക്കളയുന്ന സമ്പ്രദായങ്ങളാണ് അത് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ശത്രുവായ സാത്താൻ മനുഷ്യൻ്റെ ദൈവഭക്തിയെ അട്ടിമറിച്ച് തട്ടിയെടുക്കുന്ന ഒരു രീതിയാണ് നമ്മളവിടെ കാണുന്നത്. അത്തരം രീതികൾക്ക് നമ്മൾ വശംവദരാകരുത്. അത്തരം അപകടത്തിൻ്റെ മുമ്പിൽ നമ്മൾ തലവെച്ച് കൊടുക്കരുത് സഹോദരങ്ങളെ. സൃഷ്ടികളിൽ നിന്നും ആരാധന സ്വീകരിക്കാൻ യോഗ്യത സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. സൃഷ്ടാവായ ദൈവം താൻ നിശ്ചയിച്ചിരിക്കുന്ന രീതിയിൽ തനിക്ക് ലഭിക്കുന്ന ആരാധന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സൃഷ്ടികളായവർ സൃഷ്ടികളോട് കാണിക്കുന്ന ഭക്തിയും വണക്കവും സാത്താനാണ് ലഭിക്കുന്നത്. സാത്താനുമായുള്ള എല്ലാ തരത്തിലുമുള്ള ആത്മീയ ബന്ധവും മന്ത്രവാദമാണ്. മനുഷ്യന് ഏതെങ്കിലും രീതിയിൽ ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുന്നത് മന്ത്രവാദമാണ്. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ അത്തരത്തിലുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധമല്ല. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല. ദൈവത്തിന് അത് സ്വീകാര്യമല്ല. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ബൈബിൾ പ്രകാരം വിഗ്രഹാരാധനയും മന്ത്രവാദവുമാണ്. സൃഷ്ടികളും മനുഷ്യരുമായിരുന്ന ചില വ്യക്തികളുടെ പുണ്യയോഗ്യതകളെ ദൈവികതയുടെ പരിവേഷം കൊടുത്ത് അവതരിപ്പിക്കുന്നത് സ്വയം നീതീകരണമെന്ന വിഗ്രഹാരാധനയാണ്. അത് യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയെ തള്ളിക്കളയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരുതരം മന്ത്രവാദമാണ്. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ മരിച്ചവരോട് ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നു. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഭക്തർ മരിച്ച വ്യക്തികളെന്ന് തെറ്റിദ്ധരിച്ച് മറ്റു ചില ആത്മാക്കളുമായി ആഴമായ ആത്മീയ ബന്ധനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് ബൈബിൾ പ്രകാരം അത്തരം ഭക്തർ വിഗ്രഹാരാധനയുടെയും മന്ത്രവാദത്തിൻ്റെയും ബന്ധനത്തിൽ കെട്ടുകളിൽ പെട്ടുകിടക്കുകയാണ് ചെയ്യുന്നത്, ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അത്തരക്കാർ അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യം അതുതന്നെയാണ്. ക്യാൻസർ രോഗമുള്ളയാൾ തനിക്ക് രോഗമുണ്ട് എന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും, സമ്മതിച്ചാലും ഇല്ലെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ക്യാൻസർ രോഗി തന്നെയാണ്. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ സാത്താനുമായി കൊടുക്കൽ വാങ്ങൽ നടക്കുന്നു. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലും തിരുസ്വരൂപ വണക്കത്തിലും നിന്ന് ലഭിക്കുന്ന അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്നല്ല. വിഗ്രഹാരാധനയും മന്ത്രവാദവും സാത്താന് കൊടുക്കുന്ന ആരാധനയാണ്. തിരുസ്വരൂപ വണക്കവും വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും വിഗ്രഹാരാധനയും മന്ത്രവാദവും തന്നെയാണ്. അത്തരക്കാർ സാത്താന് സ്വയം കീഴടങ്ങുന്നു, സ്വയം സമർപ്പിക്കുന്നു. അതിനാൽ വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും തിരുസ്വരൂപ വണക്കവും
സാത്താന് കൊടുക്കുന്ന ആരാധനയാണ്. സാത്താനെ ആരാധിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. അവരുടെ നിത്യവാസസ്ഥലം നരകമാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അപ്പോൾ സാത്താൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സ്വയം ദൈവത്തെ പോലെ ആകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യ വ്യക്തിയെ ദൈവത്തിൻ്റെ അമ്മയാക്കുക, സ്വർഗീയ രാജ്ഞിയാക്കുക എന്നൊക്കെ ചെയ്യുന്നതിലൂടെ വാസ്തവത്തിൽ സാത്താൻ അതുതന്നെയാണ് സ്ഥാപിച്ചെടുക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ സാത്താൻ പറയുന്ന തൻ്റെ ആ ചിന്തയുണ്ടല്ലോ, അതാണ് ഇവിടെ സ്ഥാപിതമാകുന്നത്. സാത്താൻ പറയുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കും ഉപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. അപ്പോൾ ദൈവത്തേക്കാൾ വലിയവനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അമ്മയാകുമെന്ന്, സ്വർഗത്തിലെ രാജ്ഞിയാകുമെന്ന്. ഇതൊക്കെ യേശുവിൻ്റെ അമ്മയായ മറിയം ചിന്തിച്ചിട്ടുള്ളതേ അല്ല. അപ്പോൾ ആ മറിയത്തിൻ്റെ പേര് വെച്ച് സാത്താൻ ചെയ്യുന്ന അട്ടിമറികളാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത്. സാത്താൻ പറയുന്നു, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമന പർവ്വതത്തിന് മുകളിൽ ഞാൻ ഇരിക്കും, ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെ ആകും. അപ്പോൾ ഇത്തരം ആത്മീയ അട്ടിമറികളിലൂടെയൊക്കെ സാത്താൻ്റെ ഈ ആഗ്രഹമാണ് സഫലമാക്കപ്പെടുന്നത്. അവൻ്റെ ഈ പദ്ധതിയാണ് സഫലമാക്കപ്പെടുന്നത്. അവൻ അതാണ് സാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ സാത്താൻ്റെ ഇത്തരം പദ്ധതിയിൽ നമ്മളെ കരുക്കളാക്കി നാം നിർത്തിക്കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ അമ്മയാക്കുക എന്ന ആശയ പദ്ധതിയിൽ വിശ്വസിക്കുന്നവരെല്ലാം സാത്താൻ്റെ ഈ ദൈവവിരുദ്ധ പദ്ധതിക്ക് കൂട്ടുനിൽക്കുന്നു. അത്തരക്കാർ ശപിക്കപ്പെട്ടവരാണ്. എന്നാൽ അവർ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി യേശുവിനെ സമീപിച്ചാൽ പൂർണ്ണമായ രക്ഷ അവർക്ക് ലഭിക്കുന്നതാണ്. വാസ്തവത്തിൽ നാം ഇവിടെ കാണുന്നത് യഥാർത്ഥ മറിയത്തെയല്ല, മറിച്ച് ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കുന്ന ദൈവവിരുദ്ധമായ ഒരു ആത്മാവിനെയാണ്. അതാണ് ആത്മീയ അട്ടിമറി എന്ന് നാം പറയുന്നത്. ആ ആത്മാവ് മറിയമെന്ന ചരിത്ര വ്യക്തിയുടെ പേരും സ്ഥാനവും കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാത്താൻ മറിയമെന്ന ലേബൽ ഉപയോഗിച്ച് മനുഷ്യനെ ദൈവത്തെ പോലെ ആക്കുക എന്ന ദൈവവിരുദ്ധമായ പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നു. അപ്പോൾ മറിയഭക്തി എന്ന ചതിയിലൂടെ സാത്താൻ ഈ ദൈവവിരുദ്ധ പദ്ധതിക്ക് ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മറിയഭക്തിയിലൂടെ, വിശുദ്ധന്മാരോടുള്ള ഭക്തിയിലൂടെ സാത്താൻ ദൈവത്തെ അവഹേളിക്കുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്നു. ഇത് മനുഷ്യവർഗത്തിന് പറ്റിയ തെറ്റുകളുടെ ഒരു തുടർക്കഥ മാത്രമാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അതിമനോഹരമായ ഏദൻ തോട്ടത്തിലാക്കി. എന്നാൽ മനുഷ്യൻ ദൈവം പറഞ്ഞ സത്യത്തെ അവിശ്വസിക്കുകയും പിശാച് പറഞ്ഞ നുണ വിശ്വസിക്കുകയും ചെയ്തു. മനുഷ്യന് ഇന്ന് പറ്റിക്കൊണ്ടിരിക്കുന്ന തെറ്റ് ഇതുതന്നെയാണ്. ദൈവിക സത്യങ്ങളിൽ വിശ്വസിക്കാനുള്ള മടിയും പിശാചിൻ്റെ കാലത്തിനൊത്ത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന നുണകളിൽ വിശ്വസിക്കാനുള്ള ഉത്സാഹവും. ഇതാണ് മനുഷ്യൻ്റെ വക്രഹൃദയം, ദുഷ്ടഹൃദയം എന്ന് പറയുന്നത്. ദൈവം പറയുന്നത് അവിശ്വസിക്കുക, സാത്താൻ മുമ്പിൽ വയ്ക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ആകർഷണീയതയും ആസ്വാദ്യതയും കണ്ട് അതിൽ വിശ്വസിച്ച് സാത്താൻ്റെ അടിമയായി പോവുക. ഇതാണ് സാത്താൻ്റെ വഞ്ചന. ഇത് എത്ര പറഞ്ഞാലും മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറുന്നില്ല. പറയുന്നവനെ അഴുക്കാക്കി വിടക്കാക്കാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്ന് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ശത്രുവായ സാത്താൻ മനുഷ്യൻ്റെ ദൈവഭക്തിയെ അട്ടിമറിച്ച് ആരാധനയെ തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് സത്യം. ഏകസത്യ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നും ആ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ദൈവം തന്നെ ബൈബിളിലൂടെ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായ ആരാധനാ രീതികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സാത്താൻ തൻ്റെ ആത്മീയ സാമ്രാജ്യം ചില നേതാക്കളെ വശീകരിച്ചിട്ട് പണം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പാരമ്പര്യങ്ങളെ നിർമ്മിക്കുകയാണ്, പ്രമാണങ്ങളെ നിർമ്മിക്കുകയാണ്, കാറ്റക്കിസത്തിലൂടെ ഉണ്ടാക്കുകയാണ്, സഭാപ്രസ്ഥാനത്തിലൂടെ നിയമനിർമ്മാണം നടത്തി ആളുകളെ ആത്മീയമായി തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്.
ദൈവത്തിന് ലഭിക്കുന്നത് പോലെ തനിക്കും ആരാധന ലഭിക്കണമെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി ദൈവത്തെ കണ്ടെത്തുന്നതിൽ നിന്നും, സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിൽ നിന്നും സാത്താൻ പല കൗശല തന്ത്രങ്ങളും ഉപയോഗിച്ച് മനുഷ്യരെ പിന്തിരിപ്പിക്കുകയും തെറ്റായ ആരാധനാ രീതികളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു. ദൈവികമായ ആരാധനയിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതയും നിയമങ്ങളും നാം പാലിക്കാൻ കടപ്പെട്ടവരാണ്. അല്ലെങ്കിൽ നമ്മുടെ ആരാധന സാത്താൻ തട്ടിയെടുക്കുകയും നാം സാത്താനെ ആരാധിക്കുന്നവരായി തീരുകയും ചെയ്യും. അങ്ങനെ സാത്താനെ ആരാധിക്കുന്നവരിൽ വലിയൊരു ഭാഗവും തങ്ങൾ ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത് എന്ന് കരുതുന്നവരാണ്. സാത്താൻ തെറ്റായ ആചാരങ്ങളും ഉപദേശങ്ങളും തന്ത്രപരമായി ജനങ്ങൾക്ക് നൽകി അവരറിയാതെ തന്നെ അവരെ ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്നും സാത്താനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റി അധപ്പതിപ്പിച്ച് നശിപ്പിക്കുന്നു. ഇതാണ് മനുഷ്യ ചരിത്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അട്ടിമറി, ആത്മീയ അട്ടിമറി. ദൈവത്തെ ആരാധിക്കുന്നു എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവരെ സാത്താനെ ആരാധിക്കുന്നവരാക്കി മാറ്റി വഴിതെറ്റിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നവനെ നരകത്തിൽ കൊണ്ട് ചാടിക്കുക എന്നുള്ള സാത്താൻ്റെ പദ്ധതിക്ക് അടിമകളാണ്, ഇരകളാണ് ഇന്ന് സമുദായ സഭകളിലുള്ള അനേകരും. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ ദൈവകൽപ്പന പ്രകാരമല്ലാത്ത ആത്മീയത സാത്താൻ്റെ കുടുക്കാണ്, വഞ്ചനയാണ് എന്നെങ്കിലും തിരിച്ചറിയുവാൻ ഒരാൾക്കെങ്കിലും കഴിയട്ടെ. ദൈവത്തിൽ നിന്ന് യേശുവിലൂടെ ചോദിച്ച് ലഭിക്കുന്ന അത്ഭുതങ്ങൾ മാത്രമാണ് ദൈവികം. ദൈവത്തിൽ നിന്നുള്ള എല്ലാ അത്ഭുതങ്ങൾക്കും നന്ദി അർഹിക്കുന്നത് ദൈവം മാത്രമാണ്. അതിനാൽ വിശുദ്ധരെ അത്ഭുത പ്രവർത്തകരായി കണക്കാക്കി അവരിൽ നിന്ന് ഉപകാരങ്ങൾ സ്വീകരിച്ച് അവർക്ക് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ഉപകാരസ്മരണം നൽകുന്നത് വളരെ സത്യവിരുദ്ധവും അപകടകരവും സാത്താനീയവുമാണ്. കാരണം ഇത്തരം പ്രക്രിയകളിലൂടെ സാത്താനുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കാനും സാത്താൻ്റെ നിയന്ത്രണത്തിൽ അകപ്പെട്ടു പോകുവാനും അത്തരക്കാർക്ക് ഇടയായിത്തീരുന്നു. മരിച്ചവരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ ശ്രമിക്കുന്നതും മരിച്ചവരെ സഹായിക്കാൻ ശ്രമിക്കുന്നതും രണ്ടും ഒരുപോലെ അപകടമാണ്. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെയും ഉളവാകുന്ന മരിച്ചവരോടുള്ള ബന്ധത്തിലൂടെയും ജീവിച്ചിരിക്കുന്നവരോടുള്ള വ്യക്തിപൂജയിലൂടെയും സാത്താൻ അനേകരെ വിഗ്രഹാരാധകരാക്കി മന്ത്രവാദം ചെയ്യിച്ച് നരകത്തിലെത്തിക്കുമെന്ന് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം കാണുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടുമാണ്. അതിനാൽ നാം സൂക്ഷിക്കണം. അതുകൊണ്ട് വിശുദ്ധരോട് ഭക്തി ആചരിക്കുന്നവർ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ആൾമാറാട്ടവും ആത്മീയ അട്ടിമറിയും അവിടെ നടക്കുന്നുണ്ട്. അതിനാൽ സൂക്ഷ്മതയുള്ളവരായിരിക്കുക എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വിശുദ്ധരോട് ഭക്തി ആചരിക്കുന്നവർ വാസ്തവത്തിൽ ശപിക്കപ്പെട്ടവരാണോ എന്ന കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് ഗലാത്യലേഖനം 1-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. അപ്പോൾ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. വിശുദ്ധരോടുള്ള പ്രാർത്ഥന ബൈബിളിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷത്തിന് വിരുദ്ധമാണ്. അത്തരം സുവിശേഷവുമായി വരുന്നവർ വിശുദ്ധരുടെ രൂപത്തിലായാലും മാതാവിൻ്റെ രൂപത്തിലായാലും അവരെല്ലാം ശപിക്കപ്പെട്ടവരാണ് എന്നും ദൈവത്തിൽ നിന്ന് അല്ല എന്നും ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായ പാരമ്പര്യങ്ങൾ എല്ലാം പൈശാചികമാണ്. അതിനാൽ ഈ വാക്യപ്രകാരം വിശുദ്ധ ഭക്തരും ശപിക്കപ്പെട്ടവരാണ്. വിശുദ്ധ ഭക്തർ നാശത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന് അവർ തന്നെ പരിശോധിക്കണം. അവർ ദൈവത്തിൻ്റെ അനുഗ്രഹം പണം കൊടുത്ത് നേർച്ചയിട്ട് നേടാമെന്ന് കരുതുന്നു. നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. വിശുദ്ധ ഭക്തർ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കിടക്കുന്നവർ കള്ളനും കവർച്ചക്കാരനുമാണ് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്.
ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അതുകൊണ്ട് യേശുവിലൂടെ അല്ലാതെ മറ്റ് മാർഗങ്ങളിലൂടെ, വിശുദ്ധരിലൂടെയും വിഗ്രഹങ്ങളിലൂടെയുമൊക്കെ ദൈവത്തെ സമീപിക്കാമെന്ന് വ്യാമോഹിക്കുന്നവർ, ദൈവത്തെ സമീപിക്കുവാൻ ശ്രമിക്കുന്നവർ കള്ളന്മാരും കവർച്ചക്കാരുമാണെന്നും അവരുടെ ലക്ഷ്യം മോഷണവും കൊലപാതകവും നശീകരണവും ആണെന്നുമാണ് യേശു വ്യക്തമാക്കിയിരിക്കുന്നത്. മരിച്ച മനുഷ്യരുടെ മധ്യസ്ഥത അംഗീകരിക്കുന്നത് സത്യസന്ധത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നമുക്ക് യേശു ക്രിസ്തുവിനോട് എന്ത് കാര്യം വേണമെങ്കിലും, വലുതും ചെറുതുമായ എന്ത് കാര്യം വേണമെങ്കിലും നേരിട്ട് ചെന്ന് തുറന്നു പറയാവുന്ന സാഹചര്യം ഉള്ളപ്പോൾ നേരിട്ട് യേശുവിനോട് പറയാതെ മധ്യസ്ഥരുടെ സഹായം തേടുന്നത് സത്യസന്ധതയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. കള്ളത്തരമുള്ളത് കൊണ്ടാണ്, ഉഡായിപ്പ് കാരണമാണ്. നിയമസാധുതയുള്ള നേർവഴിയിലൂടെ പോകാതെ നിയമവിരുദ്ധമായ വളഞ്ഞ വഴികളിലൂടെ പോകുന്നത് എന്തോ ദുരുദ്ദേശമുള്ളത് കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമാണ്. ദൈവികമല്ലാത്ത രീതിയിൽ സൂത്രപ്പണികളിലൂടെ അനേകം സൂത്രങ്ങളെ മെനയുന്നവനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, എന്നാൽ മനുഷ്യൻ അനേകം സൂത്രങ്ങളെ മെനയുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഇതും അതുപോലെയുള്ള ഒരു സൂത്രപ്പണി തന്നെയാണ്. സൂത്രം, പ്രമാണങ്ങൾ, സഭാപ്രസ്ഥാനം പ്രമാണങ്ങളെ ഉണ്ടാക്കും, പാരമ്പര്യങ്ങളെ നിർമ്മിക്കും, എന്നിട്ട് ജനങ്ങളെ കൊണ്ട് അത് അനുസരിപ്പിക്കും. സൂത്രങ്ങളെ മെനയുന്നു ദൈവ പദ്ധതിക്ക് വിരുദ്ധമായിട്ട്. ഇതെല്ലാം സാക്ഷാൽ സാത്താൻ്റെ തന്ത്രമാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് ശുഭം വരും. തെറ്റിൽ തുടർന്നും ജീവിക്കാനും തെറ്റിനെ ന്യായീകരിക്കാനുമുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് പലപ്പോഴും നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് പറയുന്നത്. തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ ജീവിത രീതികളെ ബോധപൂർവമായി ന്യായീകരിക്കുവാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും അവർ പറയുന്ന നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. അത് തെറ്റിൽ തുടർന്നും ജീവിക്കാനും തെറ്റിനെ ന്യായീകരിക്കുവാനുമുള്ള ഒരു ശ്രമമാണ്. ഇത്തരം തെറ്റുകളെല്ലാം തുടർന്നും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനെല്ലാം ന്യായീകരണമായിട്ട് പറയുന്നതാണ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന യേശുവിൻ്റെ വാക്യം. അവർ മോശയുടെ പിത്തള സർപ്പത്തെയും അവസരവിരുദ്ധമായി ഉപയോഗിക്കുന്നു. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിത്തള സർപ്പവും ഇന്നത്തെ പാരമ്പര്യ സഭകളിലെ വിഗ്രഹ നിർമ്മാണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്നല്ല, രക്ഷിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ ഏത് വിശ്വാസം സ്വീകരിച്ചാലും അത് അവനെ രക്ഷിക്കുമെന്ന രീതിയിലുള്ള യാതൊരു ധ്വനിയും യേശുവിൻ്റെ പ്രസ്താവനയിൽ സത്യസന്ധമായി നോക്കിയാൽ കാണാൻ കഴിയില്ല. വ്യക്തവും ശക്തവുമായ അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പലരോടും പറഞ്ഞു. അവർക്കെല്ലാം വിശ്വാസമുണ്ടായിരുന്നത് യേശുവിലായിരുന്നു. യേശുവിലുള്ള അവരുടെ പ്രത്യാശ, വിശ്വാസം, അതാണ് അവരെ രക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവർക്കുള്ള അല്ലെങ്കിൽ ആർക്കെങ്കിലുമുള്ള ഏത് വിശ്വാസവും അവരെ രക്ഷിക്കും എന്നുള്ള ഒരു ന്യായീകരണമോ ഉപദേശമോ പ്രബോധനമോ അല്ല യേശുവിൻ്റെ ആ വാക്യത്തിലുള്ളത് എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ അതിനെയൊക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് വിഗ്രഹാരാധനയെയും മന്ത്രവാദത്തെയും എല്ലാം ന്യായീകരിക്കുന്ന തരത്തിലേക്ക് ആത്മീയതയെ അധപ്പതിപ്പിക്കുന്നത് ഒരു പണ്ഡിതോചിതമായ പരിപാടിയൊന്നുമല്ല, അത് വളരെ ആഴമായ ഒരു വഞ്ചനയാണ് എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ യേശുവിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസം അവരെ രക്ഷിച്ചു എന്നാണ് ആ പ്രസ്താവനയിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്. അവർക്കുള്ള എന്ത് വിശ്വാസവും അവരെ രക്ഷിക്കുമായിരുന്നുവെങ്കിൽ അവർ യേശുവിനെ സമീപിക്കേണ്ട ആവശ്യം പോലുമില്ലായിരുന്നു. അത്തരം വിശ്വാസത്തിൽ അവർ സ്വയം സൗഖ്യമായാൽ മതിയായിരുന്നല്ലോ. എന്നാൽ അത് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് അവർ യേശുവിനെ സമീപിച്ചു. യേശു ദൈവത്തോട് ചോദിക്കുന്നത് എന്തും ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. യേശുവിനത് കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു.
അപ്പോൾ യേശുവിനെ സമീപിക്കുക, യേശുവിനത് കഴിയുമെന്ന് വിശ്വസിക്കുക, യേശുവിലൂടെ മാത്രമാണ് രക്ഷ എന്ന് വിശ്വസിക്കുക. ആ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇത്തരം ശരിയായ വിശ്വാസമാണ് അവരെ രക്ഷിച്ചത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീക്ക് വൈദ്യന്മാരിൽ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിലും ആ വിശ്വാസം അവളെ രക്ഷിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലേ? കാരണം അത് തെറ്റായ വിശ്വാസമായിരുന്നു. എന്നാൽ അവൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവൾ സുഖമായി. കാരണം യേശുവിലുള്ള വിശ്വാസമാണ് ശരിയായ വിശ്വാസം. വിശ്വാസം ശരിയായിരിക്കണമെങ്കിൽ ആ വിശ്വാസം എന്തിലാണോ അർപ്പിക്കുന്നത് അത് സത്യവും യഥാർത്ഥവുമായിരിക്കണം. ഇത്തരം വിശ്വാസം മാത്രമേ നമ്മെ രക്ഷിക്കൂ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മുടെ മനസ്സിലുള്ള എന്ത് വ്യാമോഹങ്ങളും, എന്ത് വിശ്വാസവും, എന്ത് മിത്തും അതിൽ വിശ്വസിക്കുന്നതിലെല്ലാം നമുക്ക് രക്ഷയുണ്ടാവില്ല. അത് വഞ്ചനയാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ആട്ടിൻ തോലണിഞ്ഞു വരുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ തെറ്റായ ഉപദേശങ്ങളെയും ഉപദേശിമാരെയും തെറ്റായ ആചാരങ്ങളെയും തെറ്റായ പാരമ്പര്യങ്ങളെയും എല്ലാം നാം തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അപകടത്തിലാണ് എന്ന് നാം മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിലുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ നരകത്തിൽ എത്തും എന്ന് വളരെ ബോധ്യത്തോടെ മുന്നേറുന്നത് സുരക്ഷിതമായിരിക്കും. വിശുദ്ധരുടെ പേരിൽ വലിയ അട്ടിമറിയും ആൾമാറാട്ടവും ഇന്ന് നടക്കുന്നുണ്ട്. നാം വചനമനുസരിച്ച് ക്രിസ്തുവിന് അനുരൂപരായി തീരുമ്പോൾ ലോകത്തിന് ക്രിസ്തുവിനെ മനസ്സിലാകും. അതിനാൽ നാം ക്രിസ്തുവിന് അനുരൂപരായി തീരുന്നത് തടയുക എന്നതാണ് സാത്താൻ്റെ പ്രധാന പരിപാടി. അതിൻ്റെ ഭാഗമായി സാത്താൻ നമ്മുടെ ശ്രദ്ധ ദൈവവചനത്തിൽ നിന്ന് പാരമ്പര്യങ്ങളിലേക്കും യേശുവിൽ നിന്ന് വിശുദ്ധരിലേക്കും തിരിക്കുന്നു. ചരിത്രത്തിലെ യഥാർത്ഥ വ്യക്തികളായ ചില വിശുദ്ധരും അവരുടെ പേരിൽ ജനങ്ങളുടെ ഭക്തി സ്വീകരിച്ച് അവർക്ക് ഉത്തരം നൽകുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളും വ്യത്യസ്തമാണ് എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഒരാൾ മരിച്ച വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ബന്ധപ്പെടുന്നത് പ്രസ്തുത വിശുദ്ധരോടല്ല. അയാൾക്ക് ഉത്തരം ലഭിക്കുന്നത് അയാൾ ഉദ്ദേശിക്കുന്ന വിശുദ്ധരിൽ നിന്നോ ദൈവത്തിൽ നിന്നോ അല്ല എന്ന സൂചനയാണ് ബൈബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആൾമാറാട്ടമാണ് സാത്താൻ്റെ ആദ്യ അവസാന തന്ത്രം എന്ന് നാം നന്നായി മനസ്സിലാക്കണം. ഇന്ന് വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ജീവിച്ചിരുന്ന ഒരു നല്ല വ്യക്തിയുടെ പേരിൽ വണങ്ങപ്പെടുന്നത് ജീവിച്ചിരുന്ന ആ വ്യക്തിയല്ല, മറിച്ച് അതേ പേരിൽ ആൾമാറാട്ടം നടത്തുന്ന ഒരു ദുരാത്മാവാണ്. ഒരു വ്യക്തിക്കില്ലാത്ത ഗുണവിശേഷങ്ങൾ ആ വ്യക്തിയിൽ കെട്ടിവച്ച് ആ വ്യക്തിയുടെ മറവിൽ യഥാർത്ഥ വ്യക്തിയേക്കാൾ കൂടുതൽ ആകർഷകമായി തോന്നിക്കുന്ന മറ്റൊരു വ്യക്തിത്വത്തെ കെട്ടിച്ചമച്ച് അതിലൂടെ ജനങ്ങളെ വഞ്ചിക്കുക. ഈ സുപ്രധാന വസ്തുത വ്യക്തമാക്കുവാൻ ബൈബിളിലെ യേശുവിൻ്റെ അമ്മയായ മറിയം എന്ന ചരിത്ര വ്യക്തിയെക്കുറിച്ചും ഇന്ന് മറിയ ഭക്തർ വണങ്ങുന്ന ഇന്നത്തെ മറിയത്തെക്കുറിച്ചും ഉള്ള ഒരു താരതമ്യ പഠനം നടത്തിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണിത്. അവസാന കാലങ്ങളിൽ കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകന്മാരും വെളിച്ചദൂതരായി പ്രത്യക്ഷപ്പെടും. അതൊരു ആൾമാറാട്ടമാണ്. അങ്ങനെ സാത്താന് ക്രിസ്തുവിൻ്റെയും പ്രവാചകന്മാരുടെയും അപ്പസ്തോലന്മാരുടെയും വേഷം കെട്ടാമെങ്കിൽ പിന്നെ മറിയത്തിൻ്റെയല്ല ഏത് പുണ്യവാളൻ്റെ വേഷവും കെട്ടി മനുഷ്യരെ വഞ്ചിക്കുവാൻ സാത്താന് കഴിയും എന്ന് നാം മനസ്സിലാക്കണം, തിരിച്ചറിയണം. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഞ്ചിച്ച് നശിപ്പിക്കണമെന്നാണ് സാത്താൻ്റെ ആഗ്രഹം. കാള പറ്റെന്ന് കേട്ട് കയറെടുക്കാൻ പരക്കം പായുന്ന സ്വഭാവക്കാരാണ് ഇത്തരം പൈശാചിക വഞ്ചനകൾക്ക് ഇരയായിത്തീരുന്നത്. അതിനാൽ നമ്മുടെ ആത്മരക്ഷയുടെ അടിസ്ഥാനം കേട്ടുകേഴ്വിയോ കെട്ടുകഥകളോ ഐതിഹ്യങ്ങളോ ഒന്നുമാകരുത്, മറിച്ച് മാറ്റമില്ലാത്ത ദൈവവചനമായിരിക്കണം, ക്രിസ്തുവിൻ്റെ സ്വഭാവമായിരിക്കണം. സാത്താന് വെളിച്ചത്തിൻ്റെ ദൂതനായി വന്ന വിശ്വാസികളെ വഞ്ചിക്കുവാൻ സാധിക്കും. അതിനാൽ നാം യേശുവിനെയും ദൈവവചനത്തെയും അനുസരിക്കാതെ അവയ്ക്ക് വിരുദ്ധമായ പുതിയ ആത്മീയ പ്രതിഭാസങ്ങളെ ആശ്രയിച്ചാൽ തീർച്ചയായും
കപടാത്മാക്കളുടെ വഞ്ചനയിൽ അകപ്പെട്ടു പോകും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് വിശുദ്ധരോടുള്ള ഭക്തിയുടെ മറവിൽ നടക്കുന്ന ആൾമാറാട്ടത്തെ സൂക്ഷിക്കുക. മറിയമല്ലാത്ത മറിയങ്ങളുടെ ആൾമാറാട്ടവും ആത്മീയ അട്ടിമറിയും സൂക്ഷിക്കുക. യേശുവിലുള്ള ഏകാഗ്രതയും ഫോക്കസും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. യേശുവിൻ്റെ നാമത്തിലുള്ള, അതായത് യേശുവിൻ്റെ സ്വഭാവത്തിന് അനുസൃതമായ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നുള്ളൂ. അല്ലാത്തവയ്ക്ക് ഉത്തരം ലഭിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല. അത് നാം മനസ്സിലാക്കണം. ഇത് എല്ലാ സഭക്കാരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തോട് നമുക്ക് ആദരവുണ്ട്. മറിയഭക്തി എന്ന പേരിൽ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തെ അപമാനിക്കുന്നവരെ നാം സൂക്ഷിക്കണം. യേശുവിൻ്റെ അമ്മയെന്ന് നടിച്ച ആൾമാറാട്ടം നടത്തുന്ന കള്ളമറിയങ്ങളെയും നാം സൂക്ഷിക്കണം. ദുരാത്മാക്കളുടെ ആത്മീയ അട്ടിമറിയിൽപ്പെട്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ നാം സൂക്ഷിക്കണം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ദൈവം സ്വയം താഴ്ത്തി മനുഷ്യനായി വന്നു. എന്നാൽ മനുഷ്യൻ സ്വയം ഉയർത്തി ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനെ ദൈവത്തെ പോലെ ആക്കാനുള്ള ശ്രമങ്ങളെ നാം സൂക്ഷിക്കണം. അതാരുമാകട്ടെ, വിശുദ്ധന്മാരാകട്ടെ, മറിയമാകട്ടെ, അവരെ ദൈവത്തെ പോലെ ആക്കി ഉയർത്തി വണങ്ങുന്ന രീതി അപകടകരമാണ്. അത് അവരാഗ്രഹിക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് നമുക്ക് മറിയത്തെ അനുകരിക്കാം, പക്ഷേ മറിയത്തെ വന്ദിച്ച് പുകഴ്ത്തി പ്രാർത്ഥിച്ച് ആരാധിക്കുവാൻ നമുക്ക് യാതൊരു വകുപ്പുമില്ല. ഇങ്ങനെ വിശ്വാസികൾക്ക് മാതൃകയായ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തെ അനുകരിക്കുന്നത് നല്ലതാണ്. എന്നാൽ പുകഴ്ത്താനും വന്ദിക്കാനും ദൈവപ്രമാണമില്ല. നാം മറിയത്തെ അനുസ്മരിക്കുന്നത് മറിയത്തിൻ്റെ നല്ല ഗുണങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടിയായിരിക്കണം, അല്ലാതെ മറിയത്തെ പുകഴ്ത്തുന്നതിനോ ആരാധിക്കുന്നതിനോ നാം ആയിരിക്കരുത്. യേശുവിൻ്റെ അമ്മയായ മറിയവും യേശുവിൻ്റെ അമ്മയല്ലാത്ത മറിയങ്ങളുമുണ്ട്. യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തെ നാം അനുകരിക്കണം. യേശുവിൻ്റെ അമ്മയല്ലാത്ത യഥാർത്ഥ മറിയമല്ലാത്ത കള്ളമറിയങ്ങളെ നാം അംഗീകരിക്കരുത്, അനുകരിക്കരുത്. അതിനെ നാം പുറത്താക്കണം. ആ അടിസ്ഥാന തത്വത്തോട് ആരെങ്കിലും വിയോജിക്കുമെന്ന് തോന്നുന്നില്ല. ഈ യഥാർത്ഥ മറിയത്തെ തിരിച്ചറിയുകയും അനുകരിക്കുകയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ യഥാർത്ഥ മറിയത്തിൻ്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കള്ളമറിയങ്ങളെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യണം. യേശുവിൻ്റെ അമ്മയായ ബൈബിളിലെ യഥാർത്ഥ മറിയവും ആ മറിയത്തിൻ്റെ പേരിൽ ആൾമാറാട്ടം നടത്തുന്ന മറ്റനേക മറിയങ്ങളും എല്ലാം ഒരാളാണെന്ന് വിചാരിക്കുന്നവർ വഞ്ചിക്കപ്പെട്ടു പോകും. മറിയമല്ലാത്ത മറിയങ്ങൾ എതിർ ക്രിസ്തുക്കളാണ്. പോലീസിൻ്റെ കുപ്പായമിട്ട് വരുന്നയാൾ യഥാർത്ഥത്തിൽ പോലീസാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മറിയത്തിൻ്റെ പേരിൽ വെളിച്ചദൂതനെ പോലെ ആൾമാറാട്ടങ്ങൾ നടത്തുന്ന ആത്മീയത്തിലെ അപരന്മാരെ പുറത്താക്കാതിരുന്നാൽ നാം വഞ്ചിക്കപ്പെടും. നരകമായിരിക്കും നമുക്ക് കിട്ടുന്ന ഫലം. ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് ഒത്ത പ്രതിഫലം കൊടുക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ആത്മീയ അഭ്യാസങ്ങളെയും എല്ലാം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തരാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു.